നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ടെക് വ്യൂസ് മലയാളത്തിൻ്റെ എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. അത് അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മളെങ്ങനെ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാം, ഒരു പവർഫുള്ളായിട്ട് ആംപ്ലിഫയർ ഉണ്ടാക്കാം. നമുക്കത് പുറത്ത് കടകളിൽ നമുക്ക് ആംപ്ലിഫയർ ബോർഡ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. 5 വോൾട്ട് ആംപ്ലിഫയർ ബോർഡ്സ് കിട്ടും, 12 വോൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എങ്ങനെ ഒരു ആംപ്ലിഫയർ ബോർഡ് ഉണ്ടാക്കാം, നമുക്കത് ഒരുപാട് റേറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം, അത് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെ അത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മളുടെ നോർമൽ പണ്ടത്തെ CRT TV അതിൻ്റെ ബോർഡുകളിൽ നമ്മൾ ആംപ്ലിഫയേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്ന എന്ത് എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും അതിനകത്ത് ആംപ്ലിഫയേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇതൊരു ടെലിവിഷൻ ബോർഡാണ്, സാംസങ് TVയുടെ ടെലിവിഷൻ ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് ഈ വരുന്നത് ഒരു ആംപ്ലിഫയർ IC ആണ്. ഇത് 12 വോൾട്ട് വർക്ക് ചെയ്യണ ആംപ്ലിഫയർ IC ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആംപ്ലിഫയർ IC അല്ല യൂസ് ചെയ്യണത്, പകരം വേറെ ഒരു ആംപ്ലിഫയർ IC ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പഴയ ടെലിവിഷൻ ബോർഡുകളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കമ്പോണൻസൊക്കെ നമുക്ക് ലഭിക്കും. നമ്മൾ കാശ് കൊടുത്ത് ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് ഒരുപാട് ICസും കപ്പാസിറ്റേഴ്സും ട്രാൻസിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ കിട്ടും. അപ്പം നമ്മൾ ഒരുപാട് ക്യാഷ് മുടക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ സർക്യൂട്ടാണ് ഈ കാണുന്നത്. ഈ ആംപ്ലിഫയറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ആംപ്ലിഫയർ IC ആയിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ ഇത് 6283 IC ആണ്. അത് പല പേരിൽ അറിയപ്പെടും. KIA 6283 ഉണ്ട്, പിന്നെ CD 6283 ഉണ്ട്. അപ്പം നമുക്ക് ഈ രണ്ട് ആംപ്ലിഫയർ IC ആണ്. ഈ രണ്ട് ആംപ്ലിഫയർ ICയുടെയും പിന്നൗട്ട് ഏകദേശം സെയിമാണ്. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ കറക്റ്റ് പിന്നൗട്ട് നമുക്ക് ഈ ആംപ്ലിഫയർ ഈ രണ്ട് ICയിൽ ഏത് IC വെച്ച് വേണമെങ്കിലും ഈ ആംപ്ലിഫയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എത്രയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ശരിക്കും 12 വോൾട്ടാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്. പിന്നെ ഈ ICയിൽ മെയിനായിട്ട് ഈ 6283 ICയിൽ മെയിനായിട്ട് 12 കണക്റ്റേഴ്സ് ഉണ്ടാവും, അതായത് 12 ഇൻപുട്ട്സ് ഉണ്ടാവും. ഇതാണ് ഫസ്റ്റ് ഇൻപുട്ട്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത്, എയ്ത്ത്, നയൻത്ത്, 10th, 11th, 12th, അങ്ങനെ 12 ഇൻപുട്ട്സ് അല്ലെങ്കിൽ ലീഡ്സ് ഉണ്ടാവും. അപ്പം നമുക്ക് ഓരോ ലീഡ്സിനും ഇതിൻ്റെ പിന്നൗട്ട് ഡയഗ്രാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതിൻ്റെ പിന്നൗട്ട് ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് ഓരോ ഇൻപുട്ട്സിനും ഓരോ ഫങ്ഷൻ ഉണ്ട്. അത് വച്ചിട്ടാണ് ഈ ആംപ്ലിഫയർ ബോർഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് കാര്യം പറയാനുള്ളത്, ഈ കാണിക്കുന്നതാണ് നമ്മുടെ ഇൻപുട്ട്സ്. അതായത് നമ്മൾക്ക് നോർമലി നമ്മൾ ഒരു ആംപ്ലിഫയറിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സ്പീക്കറും റൈറ്റ് സ്പീക്കറും ഉണ്ടാവും. അപ്പോൾ ഈ ലെഫ്റ്റ് സ്പീക്കറും റൈറ്റ് സ്പീക്കറും വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻപുട്ടിൽ ലെഫ്റ്റും കൊടുക്കണം, റൈറ്റും കൊടുക്കണം. കൂടെ ഇവിടെ നിന്നൊരു ഗ്രൗണ്ട് ഗ്രൗണ്ട് കൊടുക്കണം നമ്മൾ. എന്നാൽ മാത്രമാണ് നമ്മുടെ സർക്യൂട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ അതിന് കറക്റ്റായിട്ടുള്ള ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 12 വോൾട്ട് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് കൊടുക്കണം. ഇവിടെ 12 വോൾട്ടിൻ്റെ പോസിറ്റീവും ഇവിടെ 12 വോൾട്ടിൻ്റെ നെഗറ്റീവും കൊടുക്കണം. എന്നാലാണ് ഈ സർക്യൂട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഈ വരുന്നതാണ് നമ്മുടെ സ്പീക്കർ കണക്ഷൻ. SPR എന്ന് പറഞ്ഞാൽ സ്പീക്കർ റൈറ്റും SPL എന്ന് പറഞ്ഞാൽ സ്പീക്കർ ലെഫ്റ്റുമാണ്. പിന്നെ അത് അതിൻ്റെ കോമൺ നെഗറ്റീവ്. നമ്മുടെ സ്പീക്കറിന് 2 ലീഡ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? സ്പീക്കറിന് 2 ലീഡുണ്ട്, ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം
നെഗറ്റീവും ഒരെണ്ണം പിന്നെ പോസിറ്റീവ് വരുന്നു. അതായത് ഒരു സ്പീക്കറിൻ്റെ നെഗറ്റീവ് രണ്ട് സ്പീക്കറിൻ്റെ നെഗറ്റീവ് കോമൺ ആയിട്ട് കൊടുക്കുക, പോസിറ്റീവ് സെപ്പറേറ്റ് കൊടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം, ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഫസ്റ്റ് പിന്നിൽ നമ്മൾ പ്രത്യേകിച്ച് കണക്ഷനൊന്നും വേണ്ട. സെക്കൻഡ് പിന്നിൽ നമ്മൾ ഒരു 470 MUFൻ്റെ ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്. ആ 470 MUFൻ്റെ കപ്പാസിറ്റർ നേരെ സ്പീക്കർ ലെഫ്റ്റിലോട്ട് പോവുകയാണ്. അതിനകത്ത് വേറെ കണക്ഷൻ, എക്സ്ട്രാ കണക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. പിൻ നമ്പർ 2 നിന്നാണ് അതിൻ്റെ കണക്ഷൻ എടുക്കേണ്ടത് കേട്ടോ, മാറിപ്പോയത്. പിന്നെ 3യിലും പ്രത്യേകിച്ച് കണക്ഷൻസിൻ്റെ ആവശ്യമില്ല. പിന്നെ 4ൽ നമ്മൾ 220 ohmൻ്റെ ഒരു റെസിസ്റ്ററാണ് ഇവിടെ കാണിക്കുന്നത്. 4ൽ നിന്ന് കണക്ഷൻ വന്ന് 220 ohmൻ്റെ റെസിസ്റ്റർ. 220 എടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ 100 ohm അങ്ങനെ അധികം ഈ വാല്യൂ ആയിട്ട് അധികം വേരി ചെയ്യാത്ത ഒരു വാല്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പിന്നെ ഇവിടെയും അതുപോലെ തന്നെ ഈ 4ൽ എന്ത് ചെയ്തോ അതേപോലെ തന്നെ നമ്മൾ 8th പിന്നിലും നമ്മൾ ചെയ്യും. കാരണം ഇത് ഒരെണ്ണം സ്പീക്കർ റൈറ്റിൻ്റെയും ഇത്തരം പോർഷൻ സ്പീക്കർ റൈറ്റിൻ്റെയും ഇത്തരം പോർഷൻ സ്പീക്കർ ലെഫ്റ്റിൻ്റെ അങ്ങനെ മാറ്റിയാണ് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ 220 ohm അല്ലെങ്കിൽ 100 ohm റെസിസ്റ്ററിൽ നിന്നും വരുന്ന കണക്ഷൻ, അല്ലെങ്കിൽ 220 ohm റെസിസ്റ്ററിൽ നിന്ന് വരുന്ന കണക്ഷൻ 47 MUF കപ്പാസിറ്ററിലോട്ട് കണക്ഷൻ ചെയ്യണം. ഇത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ്, അതാണ് പൊളാരിറ്റി മാർക്കും ചെയ്തേക്കുന്നത്. പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്യുക. ഇതുപോലെ തന്നെ ഇവിടെ 47 MUFൻ്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം അത് 6th പിന്ന് വെച്ച് ഷോർട്ട് ചെയ്യുക. അതുപോലെ അതിനു മുമ്പ് നമ്മൾ ചെയ്യണം 9th പിന്നും 6th പിന്നും ഫസ്റ്റ് ഷോർട്ട് ചെയ്യുക, ഷോർട്ട് ചെയ്യാതെ ഇരിക്കരുത്. പിന്നെ 7th പിന്ന് നമ്മൾ ഇൻപുട്ട്സ് കൊടുക്കാനായിട്ട് 1 MUF കപ്പാസിറ്റർ, ഇലക്ട്രോലൈറ്റിക് തന്നെയാണ് 1 MUF കപ്പാസിറ്റർ. ഇതിൻ്റെ വോൾട്ടേജ് നമുക്ക് പ്രത്യേകിച്ച് വോൾട്ടേജൊന്നും വേണ്ട. നമ്മൾ ഒരു 12 വോൾട്ടിനാണ് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ കപ്പാസിറ്റേഴ്സിൻ്റെ വോൾട്ടേജ് നമുക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ ഒന്നില്ലെങ്കിൽ 12 വോൾട്ടിന് കൂടിയ ഏതെങ്കിലും വോൾട്ടേജ്, 12 വോൾട്ടിൻ്റെ കൂടിയ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് വരുന്നത് 16 വോൾട്ടേജ് വരാം, 25 വോൾട്ടേജ് വരാം, 35 ഒക്കെ വരാം. അപ്പം നമുക്ക് ഇതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. വോൾട്ടേജിൻ്റെ കാര്യത്തിൽ വേറെ പ്രശ്നമില്ല. ഈ 12 വോൾട്ടേജിന് താഴെ പോവാതിരിക്കുക, ഈ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് 12 വോൾട്ടിന് താഴെ പോവാതിരിക്കുക. അപ്പം നമുക്ക് പ്രശ്നങ്ങൾ വരും. ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നത് 12 വോൾട്ടിന് മുകളിലുള്ള വോൾട്ടേജ് ഇൻഡിക്കേറ്റ് ചെയ്തതിന് കപ്പാസിറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാവൂ, അല്ലെങ്കിൽ കപ്പാസിറ്റർ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് 10th പിന്നെ സ്പീക്കർ റൈറ്റ് ആണ്. അത് 470 MUF കപ്പാസിറ്റർ എത്രയാണ് 16 വോൾട്ട് അല്ലെങ്കിൽ 25 അങ്ങനെ പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 12ന് താഴെ ആവാതിരുന്നാൽ മതി. പിന്നെ അതുപോലെ തന്നെ 11th പിന്നെ നമുക്ക് വേണ്ട. 12th പിന്നിൽ നമ്മൾ ഓപ്പറേറ്റീവ് വോൾട്ടേജിൻ്റെ പോസിറ്റീവ്, അതായത് 12 വോൾട്ടിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ആംപ്ലിഫയർ ബോർഡ് ഏകദേശം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിത് ഇത് മുന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് അതിൻ്റെ വോളിയം കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത ആംപ്ലിഫയറാണത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് റൈറ്റ് സ്പീക്കറായിട്ടൊരു മെയിൻ ബെല്ല് സബ് വൂഫറാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ ലെഫ്റ്റ് സ്പീക്കറായിട്ട് നമ്മൾ സാധാരണ നോർമൽ സ്പീക്കറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അതറിയാം ഉണ്ടോ, 6283K കപ്പാസിറ്ററാണ് നമ്മൾ യൂസ് ചെയ്യണത്. KIA 6283. അതിനകത്തേക്ക് കപ്പാസിറ്റേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 470 MUFൻ്റെ കപ്പാസിറ്റേഴ്സ് 60 വോൾട്ടാണ് കൊടുത്തേക്കുന്നത് രണ്ടെണ്ണം. പിന്നെ 100 ohm റെസിസ്റ്റർ നമ്മൾ നേരത്തെ എടുത്ത സർക്യൂട്ട് പോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എൻ്റെ നോർമലി നമ്മുടെ കൊറോണയ്ക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് PCB ബോർഡ്സ് ഒന്നും മേടിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ടും എൻ്റെ ഓൾറെഡി ഉണ്ടായ ബോർഡ്സ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ അതിനകത്താണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഈ ബോർഡ്സിൽ സ്ഥലം അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഒരു ബോർഡും കൂടി
കപ്പാസിറ്റേഴ്സിന് വേണ്ടി മാത്രം കണക്ട് ചെയ്തേക്കുന്നത്, അല്ലാതെ വേറെ എക്സ്ട്രാ സർക്യൂട്ടല്ല. അപ്പോൾ നിങ്ങളത് നിങ്ങൾക്ക് വലിയ പി സി ബി ബോർഡ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകാം. ഞാൻ ഇത് എക്സ്ട്രാ കണക്ഷൻ കൊടുത്തേക്കുന്നതെന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ എക്സ്ട്രാ ബോർഡിലോട്ട് നമ്മൾ ഇവിടുന്ന് ആ പിൻ നമ്പർ, ആ സർക്യൂട്ടിൻ്റെ പിൻ നമ്പർ വെച്ചിട്ട് നമ്മൾ കണക്ഷൻ പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കുക. മാറിപ്പോകരുത്, കണക്ഷൻസ് ഒന്നും മാറിപ്പോകരുത്. പിന്നെ ഇതിനകത്ത് ഈ ആംപ്ലിഫയർ ഐ സി എന്ന് പറയുന്നത് അത്യാവശ്യം ഹീറ്റ് ചെയ്യുന്ന ഐ സിയാണ്. അത് 12 വോൾട്ടിൽ വർക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഈ സബ് വൂഫേഴ്സും പിന്നെ ഇത്ര ഓമും വാട്ടൊക്കെ ഉള്ള സ്പീക്കേഴ്സൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹീറ്റ് പ്രോബ്ലം നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഹീറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു എക്സ്ട്രാ ഒരു ഹീറ്റ് സിങ്ക് അതിനകത്ത് ഫിക്സ് ചെയ്തേക്കണത് വേറെ. പിന്നെ ഹീറ്റ് സിങ്ക് ഇടുമ്പോൾ തന്നെ നമ്മൾ ആ കോമ്പൗണ്ട്, ഹീറ്റ് കോമ്പൗണ്ടും അത് തെർമൽ പേസ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം വേണം. അതെ, ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് വെറുതെ ഒന്ന് അത് വച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ആംപ്ലിഫയർ സർക്യൂട്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഓഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ ഇത് പ്ലഗ് ഇൻ ചെയ്ത് നോക്കാൻ പോകണം, എങ്ങനെയുണ്ടെന്ന്, ഇതിൻ്റെ ബാസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് 12 വോൾട്ടിൻ്റെ സപ്ലൈ ആണ്. അപ്പോൾ ഈ ഡിഷ് ടി വിയിലെ അതിൻ്റെയൊക്കെ അഡാപ്റ്ററാണ് നമ്മളിവിടെ 12 വോൾട്ടായിട്ട് യൂസ് ചെയ്തതാണ്. അപ്പം നമുക്ക് മൈനസ് കണക്ടർ നമ്മൾ കണക്ട് ചെയ്യണത് ഇതിൻ്റെ ഔട്ട് സൈഡ് പോർഷനാണ് മൈനസ് നമ്മൾ കണക്ട് ചെയ്യുക, പ്ലസ് ഇതിൻ്റെ ഇൻസൈഡിലോട്ടും. അപ്പം നമുക്ക് ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ തൽക്കാലമായിട്ട് നമ്മൾ ഓക്സ് കണക്ടറിലോട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടാണ് കണ്ടോ. ഓക്സ്, ഈ ഓക്സ് കേബിൾമേ പ്രസ് ചെയ്തുമ്പോൾ നമുക്ക് ഈ സബ് വൂഫറിൽ തന്നെ വ്യത്യാസം കാണാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നാലും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് പേപ്പറുകൾ കീറിയിട്ടുണ്ട്. അപ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കാണാം ഒരു അതിനകത്ത് പവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉണ്ടോ? അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്ത് നോക്കാം. നമ്മുടെ ഫോണിലോട്ട് നമുക്കിത് ജസ്റ്റ് ഈ ഓക്സ് കണ്ടിട്ട് നോക്കാം. നമുക്കൊരു ബാസ് ബൂസ്റ്റഡ് ആയിട്ടുള്ള ഒരു പാട്ട് വെച്ച് നോക്കാം അതിനകത്തേക്ക്. ഈ ആംപ്ലിഫയർ ബോർഡിൻ്റെ ഏകദേശം പവറൊക്കെ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവില്ല. ഈ ആംപ്ലിഫയർ ബോർഡിൽ നമ്മൾ കണക്ട് ചെയ്തേക്കാണ് കണ്ടോ. ഇതിൻ്റെ അത്യാവശ്യം പവർ, ഇതിപ്പോൾ ഒരു റൂമിലേക്ക് അത്യാവശ്യം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വോയിസിൽ കിട്ടും. പിന്നെ ഇതിനിപ്പോൾ അടുത്ത സെക്ഷനിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ബോക്സിലോട്ടാക്കിയിട്ട് നമ്മൾ ഈ ഓക്സ് കേബിളിന് പകരം ഇപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഏകദേശം പവർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇതിനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ സർക്യൂട്ട് ഒരു ബോക്സിലോട്ടാക്കിയിട്ട് എങ്ങനെ നമുക്കൊരു ഹോം തിയേറ്റർ പോലെ ആക്കി എടുക്കാം എന്നാണ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഉണ്ടോ? അപ്പോൾ ഏകദേശം ഇതിൻ്റെ പവറൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഉണ്ടോ? അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണത്. വോയിസിന് യാതൊരു ക്വാളിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ ഇത് അത്യാവശ്യം എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.